എല്ലാവർക്കും നമസ്കാരം. കൽക്കി ഇമാം മഹദി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, ജസ്റ്റ് ഒരു കാര്യം പറയാം. അംബാനി ആണ് കോടീശ്വരൻ. പക്ഷെ പടച്ചവൻ്റെ മുമ്പിൽ ചിലപ്പോൾ സ്വർഗത്തിൽ അംബാനി തോട്ടിക്കാരനായിരിക്കും. ആ തോട്ടിക്കാരൻ അംബാനിൻ്റെ രാജാവായിരിക്കും, അംബാനീൻ്റെ അത്രയും. അപ്പോൾ അത് പൈസ കൊണ്ട് ആരും അഹങ്കരിക്കരുത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഭക്ഷണം കൊടുത്ത് വീഡിയോ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. പടച്ചോൻ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു ടി വിയിൽ ഫുഡ് കാണിച്ചു തരും, ഓക്കെ. എന്നിട്ട് പടച്ചോൻ പറയും നിങ്ങളുടെ അടുത്ത് തിന്നാൻ. അതൊക്കെ നിങ്ങൾക്ക് തിന്നാൻ പറ്റുമോ? അപ്പോൾ ഈ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാതിരിക്കുക. അത് വളരെ വളരെ തെറ്റാണ്. അത് നിങ്ങളിലേക്ക് ഈ അവസരം ഞാൻ പറയുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ പറയാൻ പോണ കാര്യം എന്ന് വെച്ചാൽ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നടന്ന കാര്യമാണ് പറയുന്നത്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇബ്രാഹിം നബീൻ്റെ കാലഘട്ടത്തിൽ കൗബയിൽ പണിയെടുക്കാൻ വേണ്ടി എല്ലാവരും വന്നു എന്ന ടൈമിൽ ഒരു വലിയൊരു പാമ്പ്, പിന്നൊരു ബിംബം ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും അറിയാം. അതെന്ത് ബിംബമാണെന്ന് ഞാൻ പിന്നെ പറയാം, ഇപ്പോൾ ലാസ്റ്റിൽ പറയാം. ഒരു ബിംബം ഉണ്ടായിരുന്നു, ഒരു പാമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇബ്രാഹിം നബീൻ്റെ ആൾക്കാരെല്ലാവരും കൂടി പടച്ചോൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പാമ്പിനെ ഒഴിവാക്കണം, നമുക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പടച്ചോൻ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് പറഞ്ഞു. ശിവൻ എന്ന് പറയാം, ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന് പറയാം, ഗബ്രിയേൽ എന്നും പറയാം. ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഒരു പണിക്കാരനെ വിട്ട് ആ പാമ്പിനെടുത്ത് ഒരു ഗുഹയെ കൊണ്ടുപോയി വെച്ച് ആ പാമ്പ് വർഷങ്ങളോളം, ഈ പാമ്പിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാമ്പിനൊന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഒന്ന് കാണണം, ആ ഒരാഗ്രഹം അത് പറഞ്ഞായിരുന്നു. അപ്പം നബി വരണ വരെ ഈ പാമ്പ് ഭക്ഷണമൊന്നും കഴിക്കാതെ, വലിയ പാമ്പായിരുന്നു, അത് ചെറുതായി ഒന്നും കഴിക്കാതെ. ആ ടൈമിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഒരു സഹാബിയും കൂടി ആ ഗുഹയിൽ വരുന്നത്. ആ ഗുഹയിൽ വന്നിട്ട് അപ്പോൾ പാമ്പ് കാണണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഒരു ഹോളിൽ കൂടി പാമ്പ് കാണാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ഒരു സഹാബി ഒരു കാല് വെച്ചിട്ട് പൊത്തിക്കളയും. അതിൻ്റെ ഉള്ളിൽ പാമ്പ് വന്ന നബീനെ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൊത്തിക്കളയുമ്പോൾ പാമ്പ് എങ്ങനെ നോക്കിയിട്ടും നബീനെ കാണാൻ പറ്റില്ല. അപ്പോൾ നബീനെ കാണാൻ പറ്റാതിരുന്നപ്പോൾ ഈ പാമ്പ് എന്ത് ചെയ്യും, ഈ സഹാബിനെ കൊത്തിയപ്പോൾ എന്ത് ചെയ്യും, ഒച്ചെടുത്തപ്പോൾ നബി കണ്ടു. അത് അപ്പം തന്നെ നബി തൊപ്പലം വെച്ചിട്ട് അത് ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞാൽ വിഷം ഇറങ്ങി. നബി അപ്പോൾ പാമ്പിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പാമ്പ് ഇബ്രാഹിം നബീൻ്റെ കാലഘട്ടം മുതൽ നബീനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ നബീനെ കണ്ട് ആ പാമ്പിന് പടച്ചോൻ എന്താ കൊടുത്തത് ഈ കിയാമത്ത് നാൾ വരെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കിയാമത്ത് നാളിലാണ് എല്ലാ ഈ ഭൂമിയിലുള്ള പ്രപഞ്ചങ്ങളിലുള്ള ആത്മാക്കൾക്കെല്ലാം മോക്ഷം കിട്ടുന്നത്. അപ്പോൾ കിയാമത്ത് നാളിലാണ് അത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഈ പാമ്പാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശിവൻ്റെ കഴുത്തിലുള്ളത്. പിന്നെ മുസ്ലിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. പണ്ട് ആൾക്കാരൊക്കെ പറയൂലേ, പാമ്പ് ഷേഖിന് യാസീനോത്, ഈ പാമ്പ് ഷേഖ് ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഈ പാമ്പ് ഷേഖാണ് ശിവൻ. ജിബ്രീൽ അലൈഹിസ് എന്ന് നമ്മൾ അറബിയിൽ പറയുന്നു. അവർ ക്രിസ്ത്യൻസിൽ ഗബ്രിയേൽ എന്ന് പറയുന്നു, ഹിന്ദുക്കൾ
പിന്നെ ഹിന്ദുക്കൾ. ഓക്കെ, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജാതിയല്ല. ഓക്കെ, ഒരുപാട് ആൾക്കാരെ, ഒരുപാട് സമുദായങ്ങൾ ഈ ഇതിലുള്ളത് കാരണം ബ്രിട്ടീഷുകാർ പെട്ടെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഇട്ടൊരു പേരാണ് ഹിന്ദു. അതൊരു ജാതിയല്ല. പിന്നെ ഇതാണ് എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങൾ വ്യക്തമായിട്ട് പറയണമെന്ന് പറഞ്ഞാൽ നബി കണ്ടിരിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഓക്കെ, ഈ ജനങ്ങളും കണ്ടിരിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം. ഈ കൗബയിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയ ആ ബിംബം എന്ന് പറഞ്ഞാൽ അത് പണ്ടത്തെ ആൾക്കാർക്ക് വിവരമില്ല. എന്താണ് ഒരു എന്തെങ്കിലും മാജിക് കാണിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ആൾ ദൈവമായി. അപ്പോൾ ഈ ജിബ്രീൽ അലൈഹിസ്സലാമിനും ശിവനും എന്ന് പറഞ്ഞാൽ പടച്ചോൻ ഭൂമി സൃഷ്ടിച്ച് ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും ഈ പ്രപഞ്ചത്തിലേക്ക് വരുന്നതിനുള്ള ശൈത്താൻ ഭൂമി നശിപ്പിക്കാൻ വേണ്ടി ദിനോസറുകളും അങ്ങനെ പാമ്പുകളും ഒക്കെ അതിനെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് വന്നപ്പോഴാണ് ഈ ശിവനെ പടച്ചോൻ ഉണ്ടാക്കിയതാണ്, അല്ല ഒരു ഇതല്ല. പിന്നെ ഈ നബിദിനം നബിദിനം അല്ല ഇത്. നബിദിനമൊന്നും ആഘോഷിക്കരുത്. ശരിക്കും പറഞ്ഞാൽ നബിദിനമൊന്നും ആഘോഷിക്കരുത്. കൃഷ്ണൻ്റെ ജയന്തി ആഘോഷിക്കരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ പൂർവികർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ മരണ ദിവസം തന്നെ ജനനം. ഇതാണ് അവർ കാണിച്ചു തന്നേക്കണത്. അതുകൊണ്ടാണ് ആഘോഷിക്കരുതെന്ന് അവർ പറയുന്നത്. ഇത് ഓണം എന്ന് പറയുമ്പോൾ തന്നെ വെള്ളം അടിച്ച് എല്ലാം അങ്ങനെ പോയിട്ട് കാര്യമില്ല. അങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. ഇതാണ് ഇങ്ങനെയുള്ള ഇത്തരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളും നമ്മൾ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ ഞാനിത് ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഭ്രാന്തനല്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഇത്രയും സത്യങ്ങൾ, എല്ലാ സത്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഈ ബർമുഡ ട്രയാങ്കിളുടെ രഹസ്യം, പിന്നെ ഔലിയ കണ്ട രഹസ്യം, ഇതെല്ലാ സത്യങ്ങളും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട്. ഇതെവിടെ നിന്ന് കിട്ടുന്നു? അത് നിങ്ങളെന്താ ചിന്തിക്കാത്തത്? എവിടെ നിന്ന് കിട്ടുന്നു? നിങ്ങൾക്ക് അറിവുണ്ട? എന്താ കാരണം എന്ന് വെച്ചാൽ മതം ഒരു രാഷ്ട്രീയമാക്കിയേക്കണമെന്ന്. മതം എല്ലാവരും രാഷ്ട്രീയമാക്കിയേക്കണമെന്ന് പറഞ്ഞാൽ സഭ എന്താണ്? ഇപ്പം നിങ്ങളൊരു ഉദാഹരണം, നിങ്ങളെ സഭയിൽ പോയിട്ട് ഒരു എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് പോയി പറ, അപ്പോൾ അവരുടെ സ്വഭാവം മാറും. നമ്മുടെ മഹലിൽ പോയാലും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതും പറ്റൂല. എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേറെ വരുമാനമാണ്. ഇത് മതം വിറ്റ് കാശാക്കണം. ഇതാണ് അവരുടെ ചിന്തപ്പാട്. ഇതിലേക്ക് നിങ്ങളെന്തിനാ പോണത് എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നബി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിശ്വസിക്കാം, നിങ്ങൾ ശിവനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിശ്വസിക്കാം, നിങ്ങൾ ഈസാ നബി ഈശോനെ വിശ്വസിക്കണമെങ്കിൽ എന്നെ വിശ്വസിക്കാം. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് മൂന്നും ഞാനാണ്, എൻ്റെ പേരാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ഇമാം എന്ന് പറഞ്ഞാൽ ശിവൻ, മെഹദി എന്ന് പറഞ്ഞാൽ മുഹമ്മദ്, പിന്നെ കൽക്കി ഞാൻ ഇട്ടിരിക്കുന്ന ശിവൻ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് മൂന്നും കൂടി ചേർന്ന് ഞാൻ വന്നേക്കണം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ജാതിയും ഇല്ല, ഒരു മതവും ഇല്ല. എന്ന് പറഞ്ഞാൽ ജാതിയുണ്ട്, എന്തെന്ന് പറഞ്ഞാൽ പടച്ചവൻ അള്ളാഹു, ഒരു ദൈവം എന്ന് പറഞ്ഞാൽ അതിൽ മൂന്നും വേർതിരിവില്ല. എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അംബാനി ഒന്നാണ്, തോട്ടിക്കാരനും ഒന്നാണ്. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് എൻ്റെ പേര് ഇപ്പോൾ ഇമാം മഹദി എന്ന് മാത്രം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മുസ്ലിങ്ങളുടെ അടുത്ത് മാത്രം ഇത് ചെയ്താൽ പോരെ? അതെന്തിനാണ് ഞാൻ അങ്ങനെ ഇടാത്തത്? അതെന്താണ്? എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് മൂന്നും ഒന്നാണെന്ന് എല്ലാ സത്യങ്ങളും, ഇനി പല സത്യങ്ങളും നിങ്ങൾക്ക് കാണാം, ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ സത്യങ്ങൾ ഒരിക്കലും മൂടി വെക്കാൻ പറ്റില്ല. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.